ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ വീടുകളിൽ സെപ്റ്റി ടാങ്ക് ഇത്ര ലിറ്ററിൻ്റെ നമ്മൾ പറഞ്ഞ് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കുകൾ വരാറുണ്ട്. അപ്പോൾ ഈ സെപ്റ്റി ടാങ്കിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അത് ക്ലോസ് ചെയ്തിട്ടാണ് വരുന്നത്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു നോർമൽ ലെവലിൽ ഒരു മിഡിൽ ലെവലിൽ വരുന്ന ഒരു സെപ്റ്റി ടാങ്ക്, ആ സെപ്റ്റി ടാങ്കിൻ്റെയാണ് ഈ കാണുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ മുകളിലാണ് ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 അറകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ സ്ഥലത്തു നിന്ന് വരുന്നു, ഔട്ട് ഇതിൻ്റെ അപ്പുറത്താണ് വരുന്നത്. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ ഓരോ സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, അത് സ്ലോപ്പ് ചെയ്ത് ഓരോ പാർട്ടീഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പാർട്ടീഷൻ ഫുള്ളായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ പോകുന്നത്. ഒരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൗണ്ട് ഷേപ്പിലുള്ള ഓൾ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു മെറ്റലിൻ്റെ ഫ്രെയിം ആദ്യം ചെയ്യും. മെറ്റലിൻ്റെ കമ്പിയാണ് തന്നെ ഫുൾ ഫ്രെയിം ചെയ്തതിന് ശേഷം അതിൽ മെഷാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡും നല്ല ഹൈ ക്വാളിറ്റി വരുന്ന മെഷ് കറക്റ്റ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള കമ്പി വരുന്നതിന് ശേഷം കമ്പി ഫ്രെയിം വരുന്നുണ്ട്. ഒരു ചട്ടക്കൂട് പോലെ ഫ്രെയിം കമ്പിയാണ് വരുന്നത്. ജിയുടെ കമ്പി, നമ്മുടെ വാർക്കയിലിടുന്ന കമ്പിയാണ് വരുന്നത്. അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ഫുൾ കറക്റ്റ് ചെയ്തതിന് ശേഷം മെഷാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഈ മെഷ് കറക്റ്റ് ചെയ്ത് അടിച്ചതിന് ശേഷം 2 സൈഡും കനം വരുന്ന രീതിയിലാണ് മെഷ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലും അതുപോലെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സൈഡിൽ മെഷാണ് അടിച്ചിരിക്കുന്നത്. ഈ മെഷ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ വരുന്നത്, ആ മുകളിലൂടെ നമ്മുടെ പരിക്കൻ, അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി വരുന്ന പരിക്കനാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. അതായത് അതിൻ്റെ സെൻറ്ററിലായത്. ഇനി അതിൻ്റെ പാർട്ടീഷൻ നമുക്കൊന്ന് നോക്കാം. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ എൻഡ് വരുന്ന പാർട്ടീഷൻ. ഇവിടെയാണ് നമ്മുടെ ഔട്ട് വരുന്നത്. ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിരിക്കും. അതായത് വെള്ളം മാത്രം പുറത്തേക്ക് വരാത്ത രീതിയിൽ ക്ലോസ് ചെയ്യും. ഇവിടെയാണ് നമ്മുടെ ഔട്ടിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമ്മൾ തുടച്ചെടുക്കുന്നത്. ഏറ്റവും അത് ഇന്നിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇന്നിൻ്റെ സെക്ഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം, അതിൻ്റെ പാർട്ടീഷൻ കാണിച്ചു തരാം. 3 സെക്ഷനുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ സെക്ഷൻ കണ്ടോ, ആദ്യത്തെ സെക്ഷനിൽ ജസ്റ്റ് ഹാഫ് പോർഷൻ മാത്രമാണ്. ഇതിപ്പോൾ ഫുൾ പോർഷനാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് ഒരു ഹാഫ് സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലാണ് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ സെക്ഷനിൽ നമ്മളിവിടെ വരുന്നത് നേരെ ഫുൾ കവർ ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത സെക്ഷനിൽ പാർട്ടീഷൻ വരുന്നത് ഹാഫ് സെക്ഷനാണ് വരുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഹാഫ് സെക്ഷൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ വന്ന് ചാടുന്നത്. അതായത് നേരെ ബാത്റൂമിൽ നിന്നൊക്കെ വരുന്ന ഇവിടെ വരുന്നു. അതിൻ്റെ അടിവശം ഫുൾ ഫ്രീ ആയിരിക്കും. അതായത് നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് വെള്ളം നിറച്ച് ക്ലിയർ ചെയ്തിടണം. ഫുൾ വെള്ളം നിറച്ച് ക്ലിയർ ചെയ്തിട്ടാൽ മാത്രമേ അതിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. ഫുൾ വെള്ളം നിറച്ച് നമ്മൾ അതിൻ്റെ ഓഫ് കറക്റ്റ് ചെയ്തിട്ട് ഇട്ട് കഴിയുമ്പോൾ ഫുൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ആദ്യത്തെ രീതിയിൽ വെള്ളം ഫുൾ നിറച്ചിട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ സമയത്ത് ആ വേസ്റ്റ് വന്ന് ഫസ്റ്റിലേക്ക് വന്ന് വീഴുന്നു. ആ ഫസ്റ്റ് വന്ന് കോളത്തിൽ വന്ന് വീഴുമ്പോൾ ഫുൾ വെള്ളം നിറച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അടുത്ത ആ ഫുൾ നിറഞ്ഞ വെള്ളത്തിനനുസരിച്ച്, വേസ്റ്റ് വരുന്നതിനുള്ള വെള്ളത്തിനനുസരിച്ച് അടുത്ത അറയിലേക്ക് പോകുന്നു. അടുത്ത അറയിലും വെള്ളം നിറച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നേരെ ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകുന്നു. ഇനി ഇത് നമുക്കൊന്ന് വെച്ച് പിടിപ്പിക്കുന്ന സിസ്റ്റം ഒന്ന് നോക്കാം. കണ്ടോ, ഇതിങ്ങനെ മെഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ പരിക്കനാണ് വരുന്നത്. സ്ട്രോങ് വരുന്ന പരിക്കനാണ് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ താഴെ ഒരു ഫിലിമിൻ്റെ ഒരു ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എക്സ്റേ ഫിലിം പോലത്തെ അല്ലെങ്കിൽ മൈക്ക ഷീറ്റിൻ്റെ ഒരു കർവ് ചെയ്യുന്ന രീതിയിൽ വെച്ച് അമർത്തി പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കറക്റ്റായിട്ട് മെഷ് ചെയ്ത് പിടിക്കുകയാണ്, അതായത് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ല ടൈറ്റായി കഴിയുന്ന സമയത്ത് പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ കാര്യങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം അടയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മെറ്റൽ വരുന്ന ബോഡി ആയതുകൊണ്ടാണ് ഇത് ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും തള്ളി പോകാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യത്തെ അറകളിൽ വന്ന് ഫുൾ വെള്ളം നിറച്ച് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് വെള്ളം നിറച്ച് ക്ലോസ് ചെയ്തിടണം. അതായത് നമ്മുടെ ബാത്റൂം ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ സെപ്റ്റി ടാങ്ക് നമ്മൾ കുഴിയിൽ ഇറക്കി വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് വെള്ളം നിറച്ചിടണം. വെള്ളം നിറച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഓവർഫ്ലോ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതായത് ഓവർഫ്ലോ കുഴിയിലേക്ക് സെപ്പറേറ്റ് കുഴിയാണ് വരുന്നത്. ഈ 3 അറകൾ കൂടാതെ സെപ്പറേറ്റ് ഒരു ഓവർഫ്ലോന് സെപ്പറേറ്റ് ഒരു കുഴി ഉണ്ടാവും. ആ കുഴിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ വെള്ളം വന്ന് ചാടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മൊത്തം വെള്ളം ഫില്ലായെന്ന്. ആ ഒരു അവസ്ഥയിൽ എത്തുന്നവരെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെള്ളം നിറച്ചിടണം. അതിനുശേഷം ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ
നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒരു പാർട്ടീഷൻ ഉണ്ട്. ആ പാർട്ടീഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഈ ആദ്യത്തെ പാർട്ടീഷനിൽ നമ്മൾ ബാത്റൂം ഉപയോഗിക്കും വേസ്റ്റ് ഒന്ന് ചാടുമ്പോൾ ഇതിൽ വെള്ളം ഫുള്ള് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ വേസ്റ്റിനനുസരിച്ചുള്ള വെള്ളം അടുത്ത അറയിലേക്ക് പോകുന്നു. അടുത്ത അറയിലും ഇതുപോലെ തന്നെ വെള്ളം ഫുള്ളായി കിടക്കുന്നുണ്ട്. ഈ വരുന്ന വെള്ളത്തിനനുസരിച്ചുള്ള വെള്ളം അതേ വെള്ളം തന്നെ നേരെ പുറത്തേക്ക് പോകുന്നു. അതായത് ഓവർഫ്ലോയിലേക്ക് നേരെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ അറയിൽ നമ്മൾ 1 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ക്ലോസ് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് സ്ലോപ്പ് ഉണ്ടാവും. അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ വീണ്ടും 1 ഇഞ്ച് കൂടി സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവും. ആ സ്ലോപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്ലോപ്പിനനുസരിച്ചിട്ടുള്ള അതായത് ടോട്ടൽ വരുന്ന സമയത്ത് ഔട്ടിൽ വരുമ്പോൾ 2 ഇഞ്ച് സ്ലോപ്പാണ് വരുന്നത്. ഓവർഫ്ലോക്ക് കുഴിയിലേക്ക് വരുന്ന പൈപ്പിന് വരുന്നത്. ഏറ്റവും ടോപ്പിൽ ക്ലിയർ ചെയ്തിരിക്കും. അടുത്ത സെക്ഷനിൽ വീണ്ടും 1 ഇഞ്ച് താത്തിയിരിക്കുന്നത് നിങ്ങൾ കാണാൻ കണ്ട. ഈ 1 ഇഞ്ച് താത്തിയാണ് ഇതിൻ്റെ സെക്ഷൻ ഇരിക്കുന്നത്. അതിനുശേഷം ഓവർഫ്ലോയിലേക്ക് വരുന്ന പൈപ്പ് നമ്മൾ കൊടുക്കുന്നത് 2 ഇഞ്ച് താത്തിയാണ് കൊടുക്കുന്നത്. അതായത് ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് 1 ഇഞ്ച് സെക്ഷനിൽ, അതായത് ആദ്യത്തെ സെക്ഷൻ ഒന്ന് പാർഷ്യലി ആയിട്ടുള്ളത് അതിലൊന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ഫുൾ ക്ലോസ് ചെയ്തിരിക്കുന്നതിൽ 1 ഇഞ്ച് താത്തി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇവിടെ ഔട്ട് കൊടുക്കുന്ന പൈപ്പ് 2 ഇഞ്ച് താത്തിയാണ് കൊടുക്കുന്നത്. കേട്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ. അതായത് ഇന്ന് കൊടുക്കുന്ന പൈപ്പ് ഏറ്റവും ടോപ്പിലും കൊടുക്കും. ആ ഇന്നിൽ നിന്ന് കൊടുക്കുന്ന പൈപ്പിൽ നിന്ന് 2 ഇഞ്ച് താത്തിയായിരിക്കണം ഔട്ട് പൈപ്പ് വരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇന്നിൽ നിന്ന് കൊടുക്കുന്ന പൈപ്പിൻ്റെ ഔട്ട് വരുന്ന പൈപ്പ് 2 ഇഞ്ച് താഴ്ത്തിയായിരിക്കണം കൊടുക്കുന്നത്. എന്നാൽ അതിൻ്റെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ടാങ്ക് പോലെ തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട്, അതായത് ഇപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു മീഡിയം ടൈപ്പ് ഉണ്ട്. അതല്ലാതെ ഒരു ഹൈ ലെവലിൽ, അതായത് ഇത് ലിറ്റർ കണക്കാണ് പറയുന്നത്. ഹൈ ലെവലിൽ ലിറ്റർ കണക്കനുസരിച്ചിട്ട് പല റേറ്റ് വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതുകൊണ്ട് ഇത്രയും സ്ട്രോങ് ആവാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ നിർമ്മിക്കുന്നത് ഇതിൻ്റെ ഒരു നമ്മൾ കാണുന്ന പോലെ തന്നെ വാർക്കിക്കിടുന്ന കമ്പിയാണ് കൊടുത്തിരിക്കുന്നത്. കമ്പി 10 mm അല്ലെങ്കിൽ 12 mm കമ്പിയുടെ ഒരു ഫ്രെയിം ചെയ്തതിന് ശേഷം അതിലൂടെ മെഷ് അടിച്ചതിന് ശേഷം സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ മെഷ് അടിച്ച് ക്ലിയർ ചെയ്തിരിക്കുന്നു. ഈ മെഷിലൂടെയാണ് നമ്മുടെ പരിക്കൻ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നത്. പിന്നെ അതിൻ്റെ ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലൂടെ ചാന്ത് വലിച്ച് അതിൻ്റെ കണ്ണികളെല്ലാം അടച്ച് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്രയും സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് കെട്ടി വലിക്കേണ്ട ഒരു അവസ്ഥ വരും. ചെയിൻ ബ്ലോക്ക് ഇട്ട് കെട്ടി വലിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ കൂടിയും അത് പോകാത്തതിൻ്റെ കാരണം, അതായത് അതിൻ്റെ ഈ പറയുന്ന ഏരിയകളിൽ കംപ്ലൈൻറ്റ് വരാത്തതിൻ്റെ കാരണം ഫുൾ ഒരു ഫ്രെയിമിൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ ലെവലിൽ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് പല രീതിയിൽ, അതായത് കൂടിയ ലിറ്റർ കണക്കിനും കിട്ടുന്നുണ്ട്, അതിൻ്റെ മീഡിയം ടൈപ്പും കിട്ടുന്നുണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് എത്രയാണോ ലിറ്റർ വേണ്ടത് ഇത്ര വർഷത്തേക്ക് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സെപ്റ്റിക് ടാങ്കുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ അല്ലാത്ത രീതിയിൽ, അതായത് നമ്മുടെ സാധാരണ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാർക്ക ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സെയിം സിസ്റ്റം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആഴങ്ങൾ കുറച്ച്, അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ കാണുന്ന ആഴം കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും വർഷത്തേക്ക് നമുക്ക് സെപ്റ്റിക് ടാങ്ക് ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ അത്ര വർഷം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.